ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഭരണഘടനാ ഭേദഗതികളെ പറ്റിയിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മളൊരു 3-4 ഭേദഗതികളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസിൽ പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തെ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. ഇതിപ്പോൾ ഒരുപാട് തവണയായിട്ട് PSC പണ്ട് തൊട്ടേ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. മൗലിക കടമകളെ ഉൾപ്പെടുത്തിയത് ഏതാണ്? 42ാം ഭേദഗതിയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതിയിൽ നമുക്ക് പഠിക്കേണ്ടത് എന്താ? മിനി ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, മിനി ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ്. 42ാം ഭരണഘടനാ ഭേദഗതി. വർഷം പഠിക്കണം, 1976 ആണ്. 1976 അത് നിലവിൽ വന്നത് 1977 അപ്പോൾ 1966 അത് പാർലമെൻറ്റിൽ പാസ്സായത്. അത് നിലവിൽ വന്നത് 1977 അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി. പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓക്കെ, അപ്പോൾ ഫക്രുദ്ദീൻ അലി അഹമ്മദും ഇന്ദിരാഗാന്ധിയും ആയിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ 1976 77 അത് നിലവിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ശുപാർശ ചെയ്തത് 42ാം ഭേദഗതിക്കായിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. സ്വരൺ സിംഗ് കമ്മിറ്റി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു 1976 അതായത് അടിയന്തരാവസ്ഥാ കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ടതാണ്. പ്രഖ്യാപിക്കപ്പെട്ട ഭേദഗതിയാണ് ഏത്? 42ാം ഭേദഗതി. ഇതതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ മൗലിക കടമകളെ ഉൾപ്പെടുത്തിയത് ഏതിലാണ്? ഈ 42ാം ഭേദഗതി വഴിയാണ്. അപ്പോൾ 42ാം ഭേദഗതിയിൽ ബേസ് ആയിട്ട് അറിയേണ്ടത് എന്താ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. 76 പാസ്സായത്, 77 നിലവിൽ വന്നു. അടിയന്തരാവസ്ഥാ കാലത്താണ്. പിന്നെ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഇതിനെ ശുപാർശ ചെയ്തത്. ഇനി ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു ആ സമയത്തെ പ്രസിഡന്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മൗലിക കടമകളെ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. അത് എവിടെയാണ് ഉൾപ്പെടുത്തിയത്? ഇത് ഭരണഘടനയുടെ ഏതു ഭാഗമായാണ് ഉൾപ്പെടുത്തിയത്? അടുത്ത ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്മാരുടെ മൗലിക കടമകൾ അല്ലെങ്കിൽ ചുമതലകൾ കൂട്ടിച്ചേർത്തത് 1976 നടന്ന 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അത് ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ഭാഗം 4A. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തപ്പെട്ട ഭാഗം ഏതാ? 4A. ഭാഗം 4A. ഈ 4A എന്തിനെ പറ്റിയാണ് പറയുന്നത്? കടമകളെ പറ്റി. 10 കടമകളാണ് ഇതിൽ ആഡ് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ പഠിക്കുക. 14Aയും ആഡ് ചെയ്തത് ഏത് തന്നെയാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 14A എന്തിനെ പറ്റിയാണ് പറയുന്നത്? ട്രൈബ്യൂണലുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഭാഗം 4A ആഡ് ചെയ്തു, ഭാഗം 14Aയും ആഡ് ചെയ്തു. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സമഗ്രത, അതായത് ഇൻ്റഗ്രിറ്റി അല്ലെങ്കിൽ സമഗ്രത എന്ന വാക്ക് ചേർത്തിരിക്കുന്നത് താഴെ പറയുന്ന ഏത് ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരമാണ്? ഏതാ? 42 തന്നെയാണ്. അപ്പോൾ ആമുഖത്തിൽ ഇൻ്റഗ്രിറ്റി, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ സെക്യുലർ എന്ന വാക്കുകൾ ഏതൊക്കെയാണ്? മതേതരത്വം. സെക്യുലർ എന്ന് പറഞ്ഞാൽ മതേതരത്വം, സോഷ്യലിസ്റ്റ് സ്ഥിതി സമത്വം, ഇൻ്റഗ്രിറ്റി സമഗ്രത അല്ലെങ്കിൽ അഖണ്ഡത എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തതും 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ ഈ ഭേദഗതിയിലെ ആമുഖത്തിൽ മാറ്റം വന്നു. അതുപോലെ തന്നെ മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗം ആഡ് ചെയ്തു. അപ്പോൾ ആ ഭാഗത്തിൽ 4A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 51A ആണ് അവിടുത്തെ ആർട്ടിക്കിൾ. അതും കൂടി ഓർത്തിരിക്കുക. 51A ആണ്. 10 കടമകളാണ് ആഡ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തായി ചോദിച്ചിട്ടുള്ളതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ലാത്തത്. അപ്പോൾ ഇവിടെ 42ാം ഭരണഘടനാ ഭേദഗതിയുടെ കുറച്ച് സവിശേഷതകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ആൻസർ വരുന്നത് ഇതാണ്. ഇതിൻ്റെ ഭാഗമല്ല.
അതായത് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ എന്നിവയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ജുഡീഷ്യറിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി. ഇത് 42മായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? മൗലിക അവകാശങ്ങളെക്കാൾ മാർഗനിർദ്ദേശക തത്വങ്ങൾക്കാണ് മുൻഗണന നൽകിയത്. ഇമ്പോർട്ടൻ്റ് ആണ്. മൗലിക അവകാശങ്ങളെക്കാൾ മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് മുൻഗണന നൽകി. അതുപോലെ ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ അധികാരം വെട്ടിക്കുറച്ചു. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ജുഡീഷ്യൽ റിവ്യൂ അധികാരം വെട്ടിക്കുറച്ചു. പിന്നെന്താണ്? സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ആ വിഷയങ്ങൾ ഏതൊക്കെയാണ്? എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒന്ന് വിദ്യാഭ്യാസം, പിന്നെ വനം, അതുപോലെ തന്നെ അളവ് തൂക്ക സമ്പ്രദായം, അളവ് തൂക്കം, പിന്നെ ഏതൊക്കെയാണ്? വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം. അതുപോലെ തന്നെ സുപ്രീം കോടതി, ഹൈക്കോടതി ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണസമ്പ്രദായം. ഇത് ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണസമ്പ്രദായം. ഈ 5 വിഷയങ്ങളെ എവിടെ നിന്ന്? സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അപ്പോൾ ലിസ്റ്റുകളെ പറ്റി പറയുന്ന ഷെഡ്യൂൾ ഏതാണ്? ലിസ്റ്റുകളെ പറ്റി പറയുന്ന ഷെഡ്യൂളാണ് 7th ഷെഡ്യൂൾ. അപ്പോൾ ഈ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം മാറ്റം വന്ന പട്ടിക ഏതാണ്? 7ാമത്തെ പട്ടികയിലാണ് കേട്ടോ. അപ്പോൾ 7ാമത്തെ പട്ടികയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞ ആമുഖത്തിൽ ഇൻ്റഗ്രിറ്റി, സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന വാക്കുകൾ ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഭാഗം 4A 14A മൗലിക കടമകളെ ആഡ് ചെയ്തു. പിന്നെ ഇത്രയും കാര്യങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾക്കാണ് മുൻഗണന നൽകിയത്. സുപ്രീം കോടതി, ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ അധികാരം വെട്ടിക്കുറച്ചു. സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് 5 വിഷയങ്ങളെ മാറ്റി. അപ്പോൾ ഇത് കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ് 42ാം ഭരണഘടനാ ഭേദഗതിക്കുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി ഉയർത്തി. 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി ഉയർത്തി. ഇനി ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകി. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകി. പാർലമെൻറ്റിൻ്റെയും സംസ്ഥാന നിയമസഭകളിലെയും ക്വാറം ഇല്ലാതാക്കി. അപ്പോൾ ഇത് ഭേദഗതി വരുത്തിയ പട്ടിക ഏതാണ്? 7th ഷെഡ്യൂളാണ്. നമ്മൾ പറഞ്ഞു ലിസ്റ്റുകളെ പറ്റി പറയുന്നത്. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളുകളുടെ എണ്ണം 33 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആമുഖത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. 3 വേർഡുകൾ ആഡ് ചെയ്തു. പിന്നെ മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗം കൊണ്ടുവന്നു. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുറച്ച് ആർട്ടിക്കിളുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തിട്ടു. ഏതൊക്കെയാണ്? 39A, അതുപോലെ തന്നെ 43A, 48A. ഇമ്പോർട്ടൻ്റ് ആണ്. 39A, 43A, 48A. അതിൽ 39A എന്ന് പറയുന്നത് എന്താ? തുല്യനീതിയും സൗജന്യ നിയമസഹായവുമാണ്. തുല്യനീതി, സൗജന്യ നിയമസഹായം. 43A എന്ന് പറയുന്നത് വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. 48A എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷണമാണ്. പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും, പരിസ്ഥിതി സംരക്ഷണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആഡ് ചെയ്ത ഭേദഗതിയും ഏത് തന്നെയാണ്? ഈ 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. 39A ആഡ് ചെയ്തു, 43A ആഡ് ചെയ്തു, 48A ആഡ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതിയിൽ ഇത്രയും പോയിന്റ്സ് പഠിച്ചിരിക്കണം. ഇനി സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി എപ്പോഴും റിപ്പീറ്റഡായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ 44ാം ഭരണഘടനാ ഭേദഗതി 1978 പാസ്സാക്കുന്നത്. 79 നിലവിൽ വരുന്നു. ആ സമയത്തും പ്രധാനമന്ത്രി ആര് തന്നെയാണ്? ഇന്ദിരാഗാന്ധിയാണ്. പക്ഷേ പ്രസിഡന്റ് നേരത്തെ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഇവിടെ നീലം സഞ്ജീവ റെഡ്ഡിയാണ്. അപ്പോൾ 44ാം ഭരണഘടനാ ഭേദഗതിയിലാണ് എന്തിനെ മാറ്റിയത്? സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞു. എന്നിട്ട് അത് എവിടെയാണ് ആഡ് ചെയ്തത്? 12ാം ഭാഗത്തിലാണ് ആഡ് ചെയ്തത്. അത് ആഡ് ചെയ്തത് എവിടെയാണ്? 12ാം ഭാഗത്തിലാണ് ആഡ് ചെയ്തത്. ആർട്ടിക്കിൾ 300A ആയിട്ട്. അപ്പോൾ 12ാം ഭാഗത്തിലെ 300A ആയിട്ട് ആരെ ആഡ് ചെയ്തു? സ്വത്തവകാശത്തെ ആഡ് ചെയ്തു. അപ്പോൾ ഭരണഘടനയുടെ ഏത് അമെൻമെൻറ്റ് വഴിയാണ് ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാലും ഏതാണ്? 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, 44ാം ഭരണഘടനാ ഭേദഗതിയെ പറ്റി ശരിയായത്
ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. വസ്തു അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും ആർട്ടിക്കിൾ 300A പ്രകാരം നിയമപരമായ അവകാശമാക്കുകയും ചെയ്തു. ഇതെല്ലാവർക്കും അറിയാം എന്താണ് സ്വത്തവകാശത്തെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ട് മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് നിയമപരമായ അവകാശമാക്കി. ഇത് നമുക്കറിയാം. ഇനി രണ്ടാമത്തെ എന്താ? ഇന്ത്യയുടെയോ അതിൻ്റെ പ്രദേശത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിൻ്റെയോ സുരക്ഷ, യുദ്ധം അല്ലെങ്കിൽ ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവയാൽ ഭീഷണിപ്പെടുത്തുമ്പോൾ മാത്രമേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയൂ. അപ്പോൾ ഇത് നമുക്ക് അറിയില്ലെങ്കിൽ കൂടി മൂന്നാമത്തേത് വായിച്ചു നോക്കുക. എന്താണ്? അടിയന്തരാവസ്ഥ കാലത്താണ് 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്തുള്ളത് ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് 44 അല്ല, അത് തെറ്റാണ്. അപ്പം 3 ഒരിക്കലും വരാൻ പാടില്ല. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായതാണ്. അപ്പോൾ ഇത് ഇവിടെ 3 ഉണ്ട്, അപ്പോൾ ഇത് വരാൻ പറ്റില്ല. ഇവിടെ 3 ഉണ്ട്, ഇത് വരാൻ പറ്റില്ല. ഇവിടെയും 3 ഉണ്ട്, ഇത് വരാൻ പറ്റില്ല. അപ്പോൾ ബാക്കി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയുടെയോ അതിൻ്റെ പ്രദേശത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിൻ്റെയോ സുരക്ഷാ, യുദ്ധം അല്ലെങ്കിൽ ബാഹ്യാക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവയാൽ ഭീഷണിപ്പെടുത്തുമ്പോൾ മാത്രമേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയൂ. ഇത് 44ൻ്റെ സവിശേഷതയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ 44ാം ഭേദഗതി നമ്മൾ 42 കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ? ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും ഒക്കെ കാലാവധി 5 നിന്ന് 6 ഉയർത്തി. ഏത്? 42. അപ്പോൾ 44 എന്തായിരിക്കണം? 44 ഇത് വീണ്ടും 6 നിന്ന് 5 തന്നെ ആക്കി. 6 നിന്ന് 5 തന്നെ ആക്കി. ഇവിടെ 5 നിന്ന് 6, ഇവിടെ 6 നിന്ന് 5 തന്നെ ആക്കി. ഇനി നമ്മൾ പറഞ്ഞു സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ജുഡീഷ്യൽ റിവ്യൂ അധികാരം വെട്ടിക്കുറച്ചു. അപ്പോൾ 44 അതെന്താ? വീണ്ടും അത് പുനഃസ്ഥാപിച്ചു. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരം പുനഃസ്ഥാപിച്ചു. പിന്നെ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാറം ഇല്ലാതാക്കി. അപ്പോൾ ഇവിടെയോ ക്വാറം വീണ്ടും കൊണ്ടുവന്നു. അപ്പോൾ അവിടുത്തേന്ന് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് എന്താ? അവിടെ 1976 ഇത് 1978. പിന്നെ അവിടുത്തെ പ്രൈം മിനിസ്റ്ററെയും പ്രസിഡന്റിനെയും പഠിക്കുക. ഇന്ദിരാഗാന്ധി, ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇവിടെ ഇന്ദിരാഗാന്ധി, നീലം സഞ്ജീവ് റെഡ്ഡി. പിന്നെ അവിടെ ലോകസഭയുടെയൊക്കെ കാലാവധി 5 നിന്ന് 6 ഉയർത്തി. ഇവിടെ 6 നിന്ന് 5 തന്നെയാക്കി. പിന്നെ പാർലമെൻറ്റിൻ്റെയൊക്കെ കോറം അവിടെ ഇല്ലാതാക്കി. ഇവിടെ എന്താ? പുനഃസ്ഥാപിച്ചു. അതുപോലെ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ അധികാരങ്ങൾ അവിടെ വെട്ടിക്കുറച്ചു, ഇവിടെ പുനഃസ്ഥാപിച്ചു. ഇനി അത് കൂടാതെ പഠിക്കേണ്ടതാണ് ആർട്ടിക്കിൾ 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിലൊന്നായ ആഭ്യന്തര അസ്വസ്ഥത എന്ന വാക്കിനു പകരം സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആഭ്യന്തര അസ്വസ്ഥതയ്ക്ക് പകരം സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ 352 ക്യാബിനറ്റ് എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. പിന്നെ അടിയന്തരാവസ്ഥ സമയത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ 20-21 റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചു. 20-21 റദ്ദ് ചെയ്യാനായിട്ട് പറ്റില്ല. ഏത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത്. 20 എന്തിനെ പറ്റിയാണ് പറയുന്നത്? കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ്. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് 20. 21 എന്ന് പറഞ്ഞാൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. അപ്പോൾ ഈ 2 ആർട്ടിക്കിളുകളും എന്ത്? അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദ് ചെയ്യാനായിട്ട് കഴിയില്ല. അങ്ങനെ പറയുന്ന ആ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 359. ആർട്ടിക്കിൾ 359 പ്രകാരമാണ് ഈ ഒരു പ്രസ്താവന. ആർട്ടിക്കിൾ 359 പ്രകാരം അടിയന്തരാവസ്ഥ കാലത്ത് 20-21 റദ്ദ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇത് 359. ഇനി 358 എന്താ പറയുന്നത്? 358 പ്രകാരം എന്താണ്? ഒരു വിദേശ ആക്രമണമോ അല്ലെങ്കിൽ യുദ്ധം, പുറത്തു നിന്നുള്ള എന്തെങ്കിലും കടന്നുകയറ്റം, ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിനുള്ളതാണ്. അത് എന്താണ്? ഓട്ടോമാറ്റിക്കായിട്ട് റദ്ദ് ചെയ്യപ്പെടും. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? റദ്ദ് ചെയ്യപ്പെടും എന്ന് പറയുന്നതും ഈ 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ 44ാം ഭേദഗതി പ്രകാരം അനുച്ഛേദം 19 പൗരന്മാർക്ക് നഷ്ടപ്പെടുന്നത് യുദ്ധം, പുറത്തു നിന്നുള്ള കടന്നുകയറ്റം ഇവ കാരണം മാത്രമാണ്. അതും കൂടി ഓർത്തിരിക്കുക. ഇനി മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശയിൽ മാത്രം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിയെ നിർബന്ധിതനാക്കിയ ഭേദഗതിയും ഏത് തന്നെയാണ്? 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ
20, 21 റദ്ദ് ചെയ്യാൻ പറ്റില്ല. 19 എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് റദ്ദ് ചെയ്യപ്പെടും. എപ്പോൾ? ഒന്ന് വിദേശാക്രമണമോ യുദ്ധമൊക്കെ ഉണ്ടാവുന്ന സമയത്ത്. അപ്പോൾ ഇത് പറയുന്ന ആർട്ടിക്കിൾ 358 20, 21 റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 359 ഇനി ഇതാ ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ നമ്മൾ ഇത്ര നേരം പഠിച്ചതിൽ നിന്ന് ഒന്നിച്ചുള്ള കുറച്ച് പോയിന്റ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 44ാമത് ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. ഇതെന്താണ്? തെറ്റാണ് അല്ലേ? മതേതരത്വം സെക്യുലർ എന്ന് പറയുന്നത് ഏതിലൂടെയാണ് കൂട്ടിച്ചേർത്തത്? 42ാം ഭേദഗതിയിലൂടെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി 52ാമത് ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ. തെറ്റ്. മൗലിക കടമകൾ ഏതിലൂടെ തന്നെയാണ്? 42 52 എന്ന് പറയുന്നത് എന്താ? കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി 73ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി. ശരിയാണ്. 74ാമത് ഭേദഗതി നഗരപാലിക ബില്ല് പാസാക്കി. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായി വരുന്ന ഏതാ? 3ഉം 4ഉമാണ് ശരി. ഇനി അടുത്തത് ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിലാകെ കൂടി ചിലത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. 52ാം ഭേദഗതിയിലൂടെ മൗലിക കടമ കൂട്ടിച്ചേർത്തു. തെറ്റാണ്. 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ് ശരിയാണ്. 42ാം ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ചേർത്തു. അതും ശരിയാണ്. ഇനി 86ാം ഭേദഗതി നഗരപാലിക ബില്ല്. തെറ്റാണ്. നഗരപാലിക ബില്ല് ഏതാ? 74. 86 പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയ ഭേദഗതിയാണ്. ഇതൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. അപ്പോൾ ഇതിലേതാണ് ശരിയായത്? 1ഉം 3ഉമാണ് ശരി. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. ഇനി ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 42ാം ഭേദഗതി ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. ശരിയാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മിനി ഭരണഘടന എന്നറിയപ്പെടുന്ന ഏതാ? 42 44ാം ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമാക്കി. തെറ്റ്. 44 എന്താ? സ്വത്തവകാശത്തെ എടുത്തു കളഞ്ഞതാണ്. വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നത് 86ാം ഭേദഗതിയാണ്. ഇനി ഇത് നമുക്കറിയില്ലെന്ന് വയ്ക്കാം. 45ാം ഭേദഗതി സംവരണം 10 വർഷത്തേക്ക് കൂടി കൂട്ടുകയുണ്ടായി. ഇതറിയില്ലെങ്കിൽ എന്താ? നമുക്ക് 1 ശരിയാണെന്നും 2 തെറ്റാണെന്നും അറിയാം. അപ്പോൾ 2 വരാൻ പാടില്ല. നമ്മളോട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇവിടെ 2 വരുന്നുണ്ട്. അപ്പോൾ ഇത് തെറ്റാണ്. ഇവിടെ 2 വരുന്നുണ്ട്. ഇതും തെറ്റാണ്. ഇവിടെ 2 വരുന്നുണ്ട്. ഇതും തെറ്റാണ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് ശരിയായത്. 1ഉം 3ഉം ഇവിടെ ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആയി കുറച്ചത്? അപ്പോൾ 21 നിന്ന് 18 ആയി കുറച്ചത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? 61ാമത്തെ ഭേദഗതി. 61ാം ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആയി കുറച്ചത്. 61. അത് ഏത് വർഷമാണ്? 1989 ഓർത്തിരിക്കുക. 1989 61ാം ഭേദഗതി. അപ്പോൾ അത് ആ നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചോദിച്ചിട്ടുള്ളതാണ്. അത് നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി എപ്പോഴും ചോദിക്കാറുള്ളതാണ്, സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? യൂണിയനുകൾ രൂപീകരിക്കാം എന്ന് നിർദ്ദേശിക്കുന്നത് ഏതാ? 97ാം ഭേദഗതിയാണ്. 97ാം ഭരണഘടനാ ഭേദഗതിയാണ്. അത് 2011 97ാം ഭരണഘടനാ ഭേദഗതി 2011. ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. പ്രസിഡന്റ് പ്രതിഭ പട്ടേലായിരുന്നു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായിരുന്നു. അപ്പോൾ 97ാം ഭരണഘടനാ ഭേദഗതി സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ. അതിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് 43B എന്ന് പറയുന്നത്. അപ്പോൾ 43B ആഡ് ചെയ്തു. അതെന്താ പറയുന്നത്? സഹകരണ സംഘങ്ങളുടെ പ്രോത്സാഹനം. 43B എവിടെ ആഡ് ചെയ്തു? മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആഡ് ചെയ്തു. അതുപോലെ തന്നെ 9B നമുക്കറിയാം. 9 എന്ന് പറയുന്ന ഭാഗം ഏതാണ്? ഭാഗം 9 പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ്. 9A എന്ന് പറയുന്നത് നഗരപാലികയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 9B ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഈ ഒരു ഭേദഗതിയിലൂടെയാണ്. അതായത് സഹകരണ സംഘങ്ങൾ എന്ന പേരിലാണ്. സഹകരണ സംഘങ്ങൾ എന്ന പേരിൽ 9B കൂട്ടിച്ചേർത്തു. ഇത് സഹകരണ സംഘങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ സഹകരണ സംഘങ്ങളെ പറ്റി പറയുന്ന ഭാഗം 9B ആഡ് ചെയ്തു. അതുപോലെ തന്നെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ 43Bയും ആഡ് ചെയ്തു. ആർട്ടിക്കിൾ 43Bയും ആഡ് ചെയ്തു എന്ന് ഓർത്തിരിക്കുക.
അപ്പോൾ ദേ ഇവിടെ സഹകരണ സംഘങ്ങളുടെ സ്വമേധയാ രൂപീകരണം, സ്വയംഭരണ പ്രവർത്തനം, ജനാധിപത്യ നിയന്ത്രണം, പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് പാർലമെന്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 97-ാം ഭേദഗതി നിയമം 2011. 97-ാം ഭരണഘടനാ ഭേദഗതി നിയമം 2011. അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ നൽകിയിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ GST എന്നതിൻ്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. ശരിയാണ്. 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത്. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ GSTയെ പറ്റി പറയുന്നത് ഏതാ? 101-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 101-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അത് 122-ാമത്തെ ബില്ലായിട്ടാണ് അവതരിപ്പിച്ചത്. 122-ാമത്തെ ബില്ലായിട്ട് 101-ാം ഭരണഘടനാ ഭേദഗതി എന്തിനെ പറ്റിയാണ് പറയുന്നത്? GSTയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ 2017 ജൂലൈ 1-നാണ് ഈ നിയമം നിലവിൽ വന്നത്. അത് ശരിയായ പ്രസ്താവനയാണ്. ഇതൊരു പ്രത്യക്ഷ നികുതിയാണ്. തെറ്റാണ്. ഇതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അതായത് പരോക്ഷ നികുതിയാണ്, ഇൻഡയറക്റ്റ് ആണ്. അപ്പോൾ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. എയും സിയുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. എയും സിയും ശരിയാണ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ. അപ്പോൾ ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി അഥവാ GST സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഏതാണ്? 101-ാം ഭേദഗതി. അപ്പോൾ 101-ാം ഭേദഗതിയിൽ നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? 101-ാം ഭേദഗതിയിൽ 122-ാമത്തെ ബില്ലായിട്ടാണ് എന്ത് വരുന്നത്? GST വരുന്നത്. അപ്പോൾ GST രാജ്യസഭ പാസാക്കിയത്, രാജ്യസഭ പഠിക്കണം, രാജ്യസഭ പാസാക്കിയത് എന്നാണ്? 2016 ഓഗസ്റ്റ് 3-നാണ്. ലോകസഭ പാസാക്കിയത് 2016 ഓഗസ്റ്റ് 8-നാണ്. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8-നാണ്. ഓഗസ്റ്റ് 3, ഓഗസ്റ്റ് 8, സെപ്റ്റംബർ 8. നിലവിൽ വന്നത് എന്നാണ്? 2017 ജൂലൈ 1-നാണ്. 2017 ജൂലൈ 1-നാണ്. അപ്പോൾ ഈ ഇത്രയും ഡേറ്റുകൾ ഓർത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇത് നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? പ്രധാനമന്ത്രി മോദി ആയിരുന്നു, നരേന്ദ്രമോദി ആയിരുന്നു. പ്രസിഡന്റ് പ്രണവ് മുഖർജി ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ GSTയുമായി ബന്ധപ്പെട്ട് 101-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിളുകൾ ഏതെല്ലാം? ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? 246A, 269A, 279A. ഇത്രയും ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർത്തു. 246A, 269A, 279A. ഇതിലെ 279 എന്ന് പറയുന്നത് GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. GST കൗൺസിൽ. അപ്പോൾ GSTയെ പറ്റി ഇത്രയും കാര്യങ്ങൾ വേണം. 101-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്, 122-ാമത്തെ ബില്ലായിട്ടാണ്. പിന്നെ രാജ്യസഭ അംഗീകരിച്ചും ലോകസഭ അംഗീകരിച്ചും പ്രസിഡന്റ് ഒപ്പുവെച്ചും നിലവിൽ വന്ന ഡേറ്റുകളും പഠിക്കുക. പ്രധാനമന്ത്രി മോദിയാണ്, പ്രസിഡന്റ് പ്രണവ് മുഖർജിയാണ്. ഇതിൽ ആഡ് ചെയ്ത ആർട്ടിക്കിളുകൾ 246A, 269A, 279A. അതിൽ 279A എന്ന് പറയുന്നത് GST കൗൺസിലുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഈ തന്നിട്ടുള്ള ഓപ്ഷനിലെ ശരിയായവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 53-ാം ഭരണഘടനാ ഭേദഗതി ആൻറ്റി കൂറുമാറ്റ നിയമം, ആൻറ്റി ഡിഫെക്ഷൻ ലോയുമായി ബന്ധപ്പെട്ടതാണ്. അത് തെറ്റാണ്. ഏതാണ്? ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത് 52-ാമത് ഭേദഗതിയാണ്. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്തതാണ്. ഇനി ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂൾ ഭാഷകളെ പറ്റിയാണ് പറയുന്നത്. 101-ാം ഭരണഘടനാ ഭേദഗതി അതുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 246A ശരിയാണ്. നമ്മൾ പറഞ്ഞു 101-ലാണ് 246A ആഡ് ചെയ്തത്. ഇനി തദ്ദേശ സ്വയംഭരണം 73-ആണ്. പഞ്ചായത്ത് രാജിൻ്റെ 73-ാം ഭേദഗതിയാണ്. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാ? ബിയും സിയും ഡിയും. ബിയും സിയും ഡിയും ശരിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി 2019-ലെ 104-ാം ഭരണഘടനാ ഭേദഗതി എന്തിനെ പറ്റിയാണ് പറയുന്നത്? ലോകസഭയിലെയും നിയമസഭയിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കി. ലോകസഭയിലെയും നിയമസഭയിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കി. അതുപോലെ തന്നെ 104-ൽ പറയുന്ന വേറൊരു കാര്യമാണ് എന്താണിത്? SC/ST വിഭാഗക്കാർക്ക് ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലുമുള്ള സംവരണം 10 വർഷത്തേക്ക് കൂടി നീട്ടി. SC/ST വിഭാഗക്കാർക്ക് ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലുമുള്ള സംവരണം 10 വർഷത്തേക്ക് കൂടി നീട്ടി. ഏത് ബില്ലാണ്? 126-ാമത്തെ ബില്ലാണ്. അതുകൂടി ഓർത്തിരിക്കാം. ഇനി പിന്നാക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാൻ അതത് സംസ്ഥാനങ്ങൾക്ക് അധികാരം തിരിച്ചു നൽകുന്ന ഭരണഘടനാ ഭേദഗതി.
അതേതാണത് 125 സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസംഘടിപ്പിച്ചത് 105 ഭേദഗതിയാണ്. അത് 127 ഭേദഗതി ബില്ലായിട്ടാണ്. അപ്പോൾ ഇവിടെ ആൻസർ കൊടുത്തത് 127 എന്നായിരുന്നു. അതായത് 127 ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടാണ് അത് അവതരിപ്പിച്ചത്. അപ്പോൾ 104 105 പഠിക്കുക. 101 നമുക്കറിയാം GST പറ്റിയിട്ടാണ്. 122 ബില്ല്. ഇനി 123 ബില്ലായിട്ട് 102 ഭേദഗതിയിൽ എന്താ പറയുന്നത്? ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ സാധുത നൽകി. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ സാധുത നൽകി, ഭരണഘടനാ പദവി നൽകി. അപ്പോൾ അവിടെ ആഡ് ചെയ്ത ആർട്ടിക്കിളാണ് 338B. അപ്പം 338B എന്തിനെ പറ്റിയാണെന്ന് PSC പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അത് എന്തിനെ പറ്റിയാണ്? ദേശീയ പിന്നാക്ക കമ്മീഷനെ പറ്റിയിട്ടാണ്. ദേശീയ പിന്നാക്ക കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 338B. ഇനി 103 സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നാക്ക സമുദായക്കാർക്ക് 10% സാമ്പത്തിക സംവരണം. ഓക്കെ, അത് മുന്നാക്കം നിൽക്കുന്നവരിലെ സാമ്പത്തികമായി പിന്നാക്കം മുന്നാക്ക സമുദായത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം. ഏതിലൊക്കെയാണ്? പൊതു നിയമനങ്ങളിലും അതുപോലെ 15ാമത്തെ ആർട്ടിക്കിൾ. അപ്പോൾ ഇവിടെ മാറ്റം വരുന്നത് 15ലും 16ലുമാണ്. 15ലും 16ലുമാണ് ഇവിടെ വരുന്ന മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 15, 16 ഈ ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്ത അനുച്ഛേദങ്ങളാണ് 15ഉം 16ഉം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 101, 102, 103, 104, 105 ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഓർത്തിരിക്കേണ്ട 2-3 ഭേദഗതികളാണ്. ഒന്നാമത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു, 1951 1-ാം ഭേദഗതി. അതിലെന്താ പറയുന്നത്? ഭൂപരിഷ്കരണം. ഭൂപരിഷ്കരണത്തെ പറ്റിയാണ് പറയുന്നത്. 9ാം പട്ടിക കൂട്ടിച്ചേർത്തു. 9ാമത്തെ പട്ടിക കൂട്ടിച്ചേർത്തു. ഇത് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചത് 7ാം ഭേദഗതിയാണ് 1956. നമുക്കറിയുന്നുണ്ടാവും 1956 എന്നുള്ള വർഷം സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 1956 7ാം ഭേദഗതി. പിന്നെ ഓർത്തിരിക്കേണ്ടതാണ് നമ്മുടെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62-ലേക്ക് ഉയർത്തി. 60-ൽ നിന്ന് 62-ലേക്ക് ഉയർത്തിയത് 1963 15ാം ഭേദഗതിയിലൂടെയാണ്. 1963 15ാം ഭേദഗതിയിലൂടെയാണ്. ഇനി ലോകസഭയിലെ പരമാവധി അംഗസംഖ്യ 525-ൽ നിന്ന് 545 ഉയർത്തിയത് 1973 31ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62-ലേക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 1963 15ാം ഭേദഗതി. ലോകസഭയിലെ അംഗസംഖ്യ 525-ൽ നിന്ന് 545 ഉയർത്തിയത് 1973 31ാം ഭേദഗതി. പിന്നെ നമ്മൾ വോട്ടിംഗ് പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്തത്, ദേശീയ SC/ST കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്തത് 1990 65ാം ഭേദഗതിയാണ്. 65ാം ഭേദഗതിയാണ്. ഇതും കൂടി പഠിക്കുക. 1990 65ാം ഭേദഗതിയാണ്. അപ്പോൾ ഇത്രയും ഭേദഗതികൾ കൂടി എക്സ്ട്രാ പഠിക്കണം. ഇനി 106ാം ഭരണഘടനാ ഭേദഗതി. 106 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറേ ചോദിക്കുന്നതാണ് 106ാം ഭരണഘടനാ ഭേദഗതി. അത് വേറൊരു ക്ലാസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഭരണഘടനാ ഭേദഗതികളിൽ നിന്ന് ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഷുവറായിട്ടും കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പ്രീവിയസ് ആയിട്ടുള്ള എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എല്ലാ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുപോലും വിട്ടുകളയാനായിട്ടുള്ളതില്ല. എല്ലാ പോയിൻറ്റ്സും പഠിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.